പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒരു ഫെയർവെൽ സ്പീച്ച്, അല്ലെങ്കിൽ അദ്ദേഹം ക്രിക്കറ്റിൽ നിന്നും റിട്ടയർ ആകുമ്പം അദ്ദേഹത്തിൻ്റെ വിട ചൊല്ലൽ അല്ലെ വിടവാങ്ങൽ പ്രസംഗമുണ്ട്. അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. നോക്കാം നമുക്ക്. ഓൾ മൈ ഫ്രണ്ട്സ് സെറ്റിൽ ഡൗൺ, ലെറ്റ് മീ ടോക്ക്, ഐ വിൽ ഗെറ്റ് മോർ ആൻഡ് മോർ ഇമോഷണൽ. ടെണ്ടുൽക്കറാണ്, ലോകാരാധ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് വിരമിക്കാൻ പോകുന്നത്. അപ്പം അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തി വിരമിക്കുമ്പം ക്രിക്കറ്റിലെ കളിക്കുന്ന ഓരോ കാണികളും വളരെയധികം താല്പര്യത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഷോട്ടും വീക്ഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ സ്റ്റേഡിയത്തിൽ എല്ലാവരും വളരെയധികം ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, കൈയടിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയാണ്, ഓൾ മൈ ഫ്രണ്ട്സ് സെറ്റിൽ ഡൗൺ, ലെറ്റ് മീ ടോക്ക്. എല്ലാവരും ശാന്തരാകൂ, ഞാൻ പറയട്ടെ. ഐ വിൽ ഗെറ്റ് മോർ ആൻഡ് മോർ ഇമോഷണൽ. ഞാൻ വല്ലാതെ വികാരഭരിതനായി പോകും എന്ന് പറയണം. മൈ ലൈഫ് ബിറ്റ്വീൻ 22 yards ഫോർ 24 years. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് 22 യാർഡ്സിനുള്ളിലാണ്, 24 വർഷമായി. ഇറ്റ് ഈസ് ഹാർഡ് ടു ബിലീവ് ദാറ്റ് ദ വണ്ടർഫുൾ ജേർണി ഹാസ് കം ടു ആൻ എൻഡ്. എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്, ആ അതിശയകരമായ യാത്ര ഇവിടെ തീരുകയാണ്, ഇവിടെ അവസാനിക്കുകയാണ് എന്നുള്ളതിൽ. ബട്ട് ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് പീപ്പിൾ ഹു ഹാവ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മൈ ലൈഫ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ നന്ദി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഓൾസോ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഐ എം ക്യാരിങ് ദിസ് ലിസ്റ്റ് ടു റിമെമ്പർ ഓൾ ദ നെയിംസ് ഇൻ കേസ് ഐ ഫോർഗെറ്റ് സംവൺ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ എൻ്റെ ഒരു ലിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഐ ആം ക്യാരിങ് ദിസ് ലിസ്റ്റ് ടു റിമെമ്പർ ഓൾ ദ നെയിംസ് ഇൻ കേസ് ഐ ഫോർഗെറ്റ് സംവൺ. എല്ലാവരുടെ പേരും ഓർമ്മിക്കാനാണ്, ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ പേരും ഓർമ്മിക്കാനാണ്, അല്ലെങ്കിൽ ചിലവരെ വിട്ടുപോകും. I hope you understand. It's getting a little bit difficult to talk, but I'll manage. നിങ്ങൾക്കറിയാം, എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഞാനത് മാനേജ് ചെയ്യും. The most important person in my life, and I have missed him a lot since 1999 when he passed away, was my father. എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് എനിക്ക് നഷ്ടമായത് 1999 അദ്ദേഹം മരിച്ചപ്പോൾ. അതെൻ്റെ അച്ഛനായിരുന്നു. Without his guidance, I don't think I would have been standing here in front of you. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ വഴികാട്ടലില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയില്ലായിരുന്നു. ഹി ഗേവ് മീ ഫ്രീഡം അറ്റ് ദ ഏജ് ഓഫ് 11 and told me. അദ്ദേഹം എനിക്ക് 11-ാം വയസ്സിൽ എനിക്ക് സ്വാതന്ത്ര്യം നൽകി. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേസ് യുവർ ഡ്രീംസ് ബട്ട് മേക്ക് ഷുവർ യു ഡോണ്ട് ഫൈൻഡ് ഷോർട്ട് കട്ട്സ്. നിൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരുക, പക്ഷേ ഒരിക്കലും നീ കുറുക്കുവഴികൾ തേടരുത്. ദ പാത്ത് മൈറ്റ് ബി ഡിഫിക്കൽട്ട് ബട്ട് ഡോണ്ട് ഗിവ് അപ്പ്. അതുപോലെ നിൻ്റെ ജീവിതം, നിൻ്റെ വഴികൾ ഒരു പക്ഷേ ബുദ്ധിമുട്ടാവും, പക്ഷേ അത് ഒഴിവാക്കരുത്. ആൻഡ് ഐ ഹാവ് ഫോളോഡ് ഹിസ് ഇൻസ്ട്രക്ഷൻ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ഞാൻ അനുസരിച്ചു എന്ന് പറയണം. അബവ് ഓൾ ഹി ടോൾഡ് മീ ടു ബി എ നൈസ് ഹ്യൂമൻ ബീയിങ് വിച്ച് ഐ വിൽ കണ്ടിന്യൂ ടു ട്രൈ മൈ ബെസ്റ്റ്. കൂടാതെ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം, നല്ലൊരു മനുഷ്യനാകുമെന്നാണ്. ഞാനത് ആവാൻ ശ്രമിക്കുന്നു. ഞാനതിൻ്റെ വളരെ നല്ല രീതിയിൽ അങ്ങനെ ആയിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ്. Every time I have done something special, showed my bat, it was for my father. എൻ്റെ ബാറ്റ് കൊണ്ട് പ്രത്യേകിച്ചിട്ട് ഏറ്റവും നന്നായി ഞാൻ എപ്പോഴൊക്കെ കളിച്ചിട്ടുണ്ടോ അതൊക്കെ എൻ്റെ അച്ഛന് വേണ്ടിയാണ്. My mother, I don't know how she dealt with such a naughty child like me. പിന്നെ അദ്ദേഹം തൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കുകയാണ്. I don't know how she dealt with such a naughty child like me. എന്നെ പോലെ ഒരു വികൃതിയായ കുട്ടിയെ എങ്ങനെ ആ അമ്മ ഡീൽ ചെയ്തു എന്നുള്ളതിൽ എനിക്കിപ്പോഴും അറിയില്ല എന്ന് പറയാണ്. I was not easy to manage. എന്നെ കൈകാര്യം ചെയ്യാൻ അത്ര എളുപ്പമായിരുന്നില്ല, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്ന് പറയാണ്. ഷീ മസ്റ്റ് ഹാവ് ബീൻ എക്സ്ട്രീംലി പേഷ്യൻറ്റ്. അമ്മയ്ക്ക് നല്ല ക്ഷമ ഉണ്ടായിരിക്കണം എന്ന് പറയാണ്. ഫോർ എ മദർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ഹെർ ചൈൽഡ് റിമെയിൻ സേഫ് ആൻഡ് ഹെൽത്തി ആൻഡ് ഫിറ്റ്. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടി സുരക്ഷിതനായിരിക്കണം, അതുപോലെ ആരോഗ്യവാനിരിക്കണം, ഫിറ്റായിട്ടിരിക്കണം എന്നൊക്കെയാണ്. ദാറ്റ് വാസ് വാട്ട് ഷീ വാസ് മോസ്റ്റ് ബോതർഡ് ആൻഡ് വറീഡ് അബൌട്ട്. എപ്പോഴും എന്നെക്കുറിച്ച് അമ്മ വറീഡ് ആവുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ്. ഷി ഹാസ് ടേക്കൻ കെയർ ഓഫ് മീ ഫോർ ദ പാസ്റ്റ് 24 years that I have played for India. But even before that, they started praying for me the day I started playing cricket. She has taken care for me for the past 24 years. 24 വർഷങ്ങളായിട്ട് അദ്ദേഹം 24 വർഷങ്ങളായിട്ട് ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. But even before that, she started praying for me the day I started playing cricket. അതിനു മുമ്പേ തന്നെ എനിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കും. ഞാൻ കളിക്കാൻ തുടങ്ങുന്ന സമയത്ത് അമ്മ പോയിരുന്ന്
പ്രാർത്ഥനയിൽ മുഴുകുന്നു പറയാണ്. ഹെർ പ്രേയേഴ്സ് ആൻഡ് ബ്ലെസ്സിങ് ഹാവ് ഗിവൻ മീ ദ സ്ട്രെങ്ത് ടു ഗോ ഔട്ട് ആൻഡ് പെർഫോം. അത് അവരുടെ പ്രാർത്ഥനയും അതുപോലെ അനുഗ്രഹവുമാണ് എനിക്ക് നന്നായി പെർഫോം ചെയ്യാനുള്ള കരുത്ത് നൽകിയത്. സോ എ ബിഗ് താങ്ക് യു ടു മൈ മദർ ഫോർ ഓൾ ദ സാക്രിഫൈസസ്. അതുകൊണ്ട് ഞാൻ എല്ലാ ത്യാഗങ്ങളും അനുഭവിച്ച എൻ്റെ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ്. In my school days for 4 years, I stayed with my uncle and aunt because my school was quite far from my home. പിന്നെ എൻ്റെ സ്കൂൾ ഡേയ്സാണ്. For 4 years, 4 വർഷത്തോളം. I stayed with my uncle and aunt because my school was quite far from my home and they treated me like their son. ഞാൻ എൻ്റെ അമ്മാവൻ്റെ അമ്മായിയുടെ അടുത്തായിരുന്നു 4 വർഷം. കാരണം എൻ്റെ വീട്ടിൽ നിന്നും വളരെ അകലെയായിരുന്നു സ്കൂൾ. അതുകൊണ്ട് അമ്മായിയുടെ അമ്മാവൻ്റെ കൂടെയാണ് താമസിച്ചത്. അവരെന്നെ അവരുടെ മകനെ പോലെ തന്നെ കണ്ടു എന്ന് പറയണം. After a hard day's play, I would be half asleep and my aunt would be feeding me food so I could go again and play the next day. കഠിനമായിട്ടുള്ള ദിവസങ്ങൾ, അത്ര എന്താ പറയുക, വളരെ ബുദ്ധിമുട്ടി കളിച്ചിട്ടുള്ള അല്ലെങ്കിൽ കളിച്ച് തളർന്നു വന്നിട്ടുള്ള ഞാൻ പാതി ഉറക്കത്തിൽ ആവുമ്പം എൻ്റെ അമ്മായി വന്നിട്ട് എനിക്ക് ഭക്ഷണം നൽകും. സോ ഐ കുഡ് ഗോ അഗെയിൻ ആൻഡ് പ്ലേ ദ നെക്സ്റ്റ് ഡേ. അതുകൊണ്ട് എനിക്ക് പിറ്റേ ദിവസവും നല്ല രീതിയിൽ പോയിട്ട് കളിക്കാൻ കഴിയും. ഐ കനോട്ട് ഫോർഗെറ്റ് ദീസ് മൊമെൻറ്റ്സ്. എനിക്ക് ഈ നിമിഷങ്ങളൊന്നും മറക്കാൻ കഴിയില്ല. ഐ ആം ലൈക്ക് ദ സൺ ആൻഡ് ഐ ആം ഗ്ലാഡ് ഹാസ് കണ്ടിന്യൂ ടു ബി ദ സെയിം വേ. ഞാൻ അവരുടെ മകനെ പോലെ ആയിരുന്നു, അതുപോലെ തന്നെയാണ് ഇപ്പോഴും എന്ന് പറയണം. മൈ എൽഡസ്റ്റ് ബ്രദർ നിതിൻ ആൻഡ് ഹിസ് ഫാമിലി ഹാവ് ഓൾവേസ് എൻകറേജ്ഡ് മീ. എൻ്റെ മൂത്ത സഹോദരനായിട്ടുള്ള നിതിനും അദ്ദേഹത്തിൻ്റെ കുടുംബവും എപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മൈ എൽഡസ്റ്റ് ബ്രദർ ഡസൻറ്റ് ലൈക്ക് ടു ടോക്ക് മച്ച് ബട്ട് ദ വൺ തിങ് ഹി ഓൾവേസ് ടോൾഡ് മീ ഇസ് ദാറ്റ്. എൻ്റെ മൂത്ത സഹോദരൻ അധികം സംസാരിക്കാറില്ല, പക്ഷേ അദ്ദേഹം എന്നോട് പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്: വാട്ട് എവർ യു ഡു, ഐ നോ യു ഓൾവേസ് give it 100% and that I have full faith and confidence in you. നീ എന്തൊക്കെ ചെയ്താലും അതിൽ 100% ആത്മാർത്ഥതയോടെയാണ് നീ ചെയ്യുക. അതുകൊണ്ട് എനിക്ക് നിന്നിൽ പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്, അല്ലെങ്കിൽ നിന്നിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഹിസ് എൻകറേജ്മെൻറ്റ് മെൻറ്റ് എ ലോട്ട് ടു മീ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രോത്സാഹനം എനിക്ക് വളരെയധികമാണെന്ന് പറയണം. മൈ സിസ്റ്റർ സവിത ആൻഡ് ഹർ ഫാമിലി വർ നോട്ട് ഡിഫറെൻറ്റ്. എൻ്റെ സഹോദരിയായിട്ടുള്ള സവിതയും അവരുടെ കുടുംബവും ഒട്ടും വ്യത്യസ്തമല്ല. ദ ഫസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ് ഓഫ് മൈ ലൈഫ് വാസ് പ്രസൻറ്റഡ് ടു മീ ബൈ മൈ സിസ്റ്റർ. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു ക്രിക്കറ്റ് ബാറ്റ് എനിക്ക് നൽകിയത് എൻ്റെ സഹോദരിയാണ്. ഇറ്റ് വാസ് എ കാശ്മീർ വില്ലോ ബാറ്റ്. അത് കാശ്മീരിലെ അരളി മരത്തിൻ്റെ ബാറ്റായിരുന്നു. ബട്ട് ദാറ്റ് ഈസ് വേർ ദ ജേർണി ബിഗാൻ. ആ വില്ലോ ബാറ്റിൽ നിന്നാണ് എൻ്റെ യാത്ര തുടങ്ങുന്നത്. ഷീ ഈസ് വൺ ഓഫ് ദോസ് മെനി ഹൂ സ്റ്റിൽ കണ്ടിന്യൂ ടു ഫാസ്റ്റ് വെൻ ഐ ബാറ്റ്. അപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പം ഈ പട്ടിണി ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉപവാസം ഇരിക്കുന്ന പോലെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അതിൽ ഒരാളാണ് എൻ്റെ സഹോദരി എന്ന് പറയണം. സോ താങ്ക് യു വെരി മച്ച്. അപ്പോൾ അദ്ദേഹം സഹോദരിക്കും നന്ദി പറയണം. അജിത്ത് മൈ ബ്രദർ, നൗ വാട്ട് ടു ഐ ടോക്ക് അബൌട്ട് ഹിം? ഐ ഡോണ്ട് നോ. മറ്റൊരു സഹോദരനാണ് അജിത്ത്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? വാട്ട് ഡു ഐ ടോക്ക് അബൌട്ട് ഹിം? ഐ ഡോണ്ട് നോ. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. വി ഹാവ് ലിവ്ഡ് ദിസ് ഡ്രീം ടുഗെദർ. ഞങ്ങൾ ഒന്നിച്ചാണ് ഈ സ്വപ്നം കണ്ടത്. ഹി വാസ് ദ വൺ ഹൂ സാക്രിഫൈസ്ഡ് ഹിസ് കരിയർ ഫോർ മൈ ക്രിക്കറ്റ്. എൻ്റെ ക്രിക്കറ്റിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കരിയർ ബലി കഴിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഹി സ്പോട്ടഡ് ദ സ്പാർക്ക് ഇൻ മീ. എന്നിലെ ആ ഒരു കളി എന്നുള്ള ആ ഒരു സ്പാർക്ക്, ആ ഒരു തീപ്പൊരി കണ്ടത് അദ്ദേഹമാണ്. ആൻഡ് ഇറ്റ്സ് ഓൾ സ്റ്റാർട്ടഡ് ഫ്രം ദ ഏജ് ഓഫ് 11 when he took me to രമാകാന്ത് അഞ്ചരേക്കർ, മൈ കോച്ച്, ആൻഡ് ഫ്രം ദർ ഓൺ മൈ ലൈഫ് ചേഞ്ച്ഡ്. ആ സമയം 11-ാം വയസ്സിലാണ് എന്നെ രമാകാന്ത് അച്ഛരേക്കർ എന്ന എൻ്റെ കോച്ചിൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുന്നത്. അവിടെ വെച്ചാണ് എൻ്റെ ജീവിതം മാറുന്നത്. യു വിൽ ഫൈൻഡ് ദിസ് ഹാർഡ് ടു ബിലീവ് ബട്ട് ഈവൻ ലാസ്റ്റ് നൈറ്റ് ഹി കോൾഡ് അപ്പ് ടു ഡിസ്കസ് മൈ ഡിസ്മിസൽ. നിങ്ങൾ ചിലപ്പം കേൾക്കുമ്പം വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷേ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഔട്ടാവൽ വരെ അദ്ദേഹവുമായി ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. നോയിങ് ദാറ്റ് ദർ വാസ് എ റിമോട്ട് ചാൻസ് ഓഫ് ബാറ്റിംഗ് അഗെയിൻ ബട്ട് ജസ്റ്റ് ദ ഹാബിറ്റ് വി ഹാവ് ഡെവലപ്ഡ്, ദ റാപ്പ് ഔട്ട് വി ഹാവ് ഡെവലപ്ഡ്. നോയിങ് ദാറ്റ് ദർ വാസ് റിമോട്ട് ചാൻസ് ഓഫ് ബാറ്റിംഗ് അഗെയിൻ. എനിക്കിനി വളരെ റിമോട്ടായിട്ടുള്ള ചാൻസേ ഉള്ളൂ വീണ്ടും ബാറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ജസ്റ്റ് ദ ഹാബിറ്റ് വി ഹാവ് ഡെവലപ്ഡ്, ദ റാപ്പ് ഔട്ട് വി ഹാവ് ഡെവലപ്ഡ്. ഞങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ വളരെയധികം ചെയ്തിട്ടുണ്ട്, പുരോഗമിച്ചിട്ടുണ്ട്. സിൻസ് മൈ ബർത്ത് ഹാസ് കണ്ടിന്യൂഡ് ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ. എൻ്റെ ജനനം മുതൽ അത് തുടർന്നുകൊണ്ടിരിക്കും. മേ ബി വെൻ ഐ ആം നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് വിൽ സ്റ്റിൽ ബി ഡിസ്കസിങ് ടെക്നിക്. ഞാനിനി ക്രിക്കറ്റ് കളിച്ചില്ലെങ്കിലും ഞാൻ ഈ ക്രിക്കറ്റിൻ്റെ സാങ്കേതികത്വത്തെക്കുറിച്ച് സംസാരിക്കും അദ്ദേഹവുമായി. വേരിയസ് തിങ്സ് വി അഗ്രീഡ് അപ്പോൺ മൈ ടെക്നിക് ആൻഡ് സോ മെനി ടെക്നിക്കൽ തിങ്സ് ഓൺ വിച്ച് ഐ ഡിഡ്ന്റ് അഗ്രി വിത്ത് ഹിം. ഒരുപാട് കാര്യങ്ങളിൽ, ഒരുപാട് സാങ്കേതികത്വത്തിൽ ഞാൻ അദ്ദേഹവുമായിട്ട്
അഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങളും ഞാൻ അദ്ദേഹവുമായിട്ട് അഗ്രി ചെയ്യാത്തതുമുണ്ട്. വി ഹാവ് ഹാഡ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഡിസഗ്രിമെൻറ്റ്സ് ബട്ട് വെൻ ഐ ലുക്ക് ബാക്ക് ടു ഓൾ ദീസ് തിങ്സ് ഇൻ മൈ ലൈഫ് ഐ വുഡ് ഹാവ് ബീൻ എ ലെസർ ക്രിക്കറ്റർ. ഞാൻ അദ്ദേഹവുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ യോജിച്ചും യോജിപ്പില്ലാതെയും ഒക്കെ പല കാര്യങ്ങളിലും വിയോജിപ്പും ഒക്കെ ഉണ്ട്, തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് വെൻ ഐ ലുക്ക് ബാക്ക് അറ്റ് ഓൾ ദീസ് തിങ്സ് ഇൻ മൈ ലൈഫ്, ഇവയൊക്കെ എൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഐ വുഡ് ഹാവ് ബീൻ എ ലെസർ ക്രിക്കറ്റർ. ഞാനൊരു ലെസർ ക്രിക്കറ്റായിട്ടാണ് കരുതുന്നതെന്ന് പറയണം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഹാപ്പൻ ടു മീ ഇൻ ലൈഫ് 1990 വെൻ ഐ മെറ്റ് മൈ വൈഫ് അഞ്ജലി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം 1990 ഞാൻ എൻ്റെ ഭാര്യയായിട്ടുള്ള അഞ്ജലിയെ കണ്ടുമുട്ടി എന്നുള്ളതാണ്. ദോസ് വർ സ്പെഷ്യൽ ഇയേഴ്സ് ആൻഡ് ഇറ്റ് ഹാസ് കണ്ടിന്യൂഡ് ആൻഡ് വിൽ ഓൾവേസ് കണ്ടിന്യൂ ദ വേ. അവയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക ദിവസങ്ങളായിരുന്നു. അവ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. ഐ നോ അഞ്ജലി ബീങ് എ ഡോക്ടർ ദർ വാസ് എ വണ്ടർഫുൾ കരിയർ ഇൻ ഫ്രണ്ട് ഓഫ് ഹർ. എനിക്കറിയാം അഞ്ജലി ഒരു ഡോക്ടർ എന്ന നിലയിൽ ഒരു അതിശയകരമായിട്ടുള്ള ഒരു കരിയർ അവരുടെ മുന്നിലുണ്ടായിരുന്നു. വെൻ വി ഡിസൈഡഡ് ടു ഹാവ് എ ഫാമിലി, അഞ്ജലി ടുക്ക് ദ ഇനിഷ്യേറ്റീവ് ടു സ്റ്റെപ്പ് ബാക്ക് ആൻഡ് സേ ദാറ്റ് യു കണ്ടിന്യൂ വിത്ത് യുവർ ക്രിക്കറ്റ് ആൻഡ് ഐ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഫാമിലി. പക്ഷേ ഞങ്ങൾ ഒരു കുടുംബമായി ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ അഞ്ജലിയാണ് ആദ്യത്തെ തീരുമാനമെടുത്തത്. നിങ്ങൾ നിങ്ങളുടെ ക്രിക്കറ്റുമായി മുന്നോട്ട് പോകൂ, ഞാൻ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞവർ ആ ഡോക്ടറുടെ ജോലി ഉപേക്ഷിക്കുകയാണ്. വിതൗട്ട് ദാറ്റ് ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ഹാവ് ബീൻ ഏബിൾ ടു പ്ലേ ക്രിക്കറ്റ് ഫ്രീലി ആൻഡ് വിതൗട്ട് സ്ട്രെസ്. അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് കളിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം സ്ട്രെസ്സോ സ്ട്രെയിനോ ഇല്ലാതെ കളിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അഞ്ജലി ആണ് എൻ്റെ കുടുംബത്തിനെ നോക്കിയത്. അതുകൊണ്ട് തന്നെ താങ്ക്സ് ഫോർ ബിയറിംഗ് വിത്ത് ഓൾ മൈ ഫസ് ആൻഡ് ഓൾ മൈ ഫ്രസ്ട്രേഷൻ ആൻഡ് ഓൾ സോർട്സ് ഓഫ് റബ്ബിഷ് ആൻഡ് ഐ ഹാവ് സ്പോക്കൺ. ഞാൻ എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും അതുപോലെ എൻ്റെ നിരാശകളിലും കൂടെ നിന്ന, എൻ്റെ സന്തോഷത്തിൽ കൂടെ നിന്ന, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പൊട്ടത്തരങ്ങളൊക്കെ സഹിച്ചിട്ടുള്ള അവർക്ക് ഞാൻ നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ ബിയറിംഗ് വിത്ത് മീ ആൻഡ് ഓൾവേസ് സ്റ്റേയിങ് ബൈ മൈ സൈഡ് ത്രൂ ഓൾ ദ അപ്സ് ആൻഡ് ഡൗൺസ്. എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിലൊക്കെ എൻ്റെ കൂടെ നിന്ന് അവരോട് ഞാൻ നന്ദി പറയുന്നു. യു ആർ ദ ബെസ്റ്റ് പാർട്ട്ണർഷിപ്പ് ഐ ഹാവ് ഹാഡ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു പാർട്ട്ണറാണ് നിങ്ങൾ എന്ന് പറയണം. ദെൻ ദ ടു പ്രീഷ്യസ് ഡയമണ്ട്സ് ഓഫ് മൈ ലൈഫ്, സാറ ആൻഡ് അർജുൻ. എനിക്ക് കിട്ടിയ 2 രത്നങ്ങൾ അത് സാറയും അർജുനുമാണ്. ദേ ഹാവ് ഓൾറെഡി ഗ്രോൺ അപ്പ്. അവരിപ്പോൾ വളർന്നിരിക്കുന്നു. മൈ ഡോട്ടർ ഈസ് 16, മൈ സൺ ഈസ് 14. എൻ്റെ മകൾ 16 എൻ്റെ മകൻ 14 വയസ്സാണ്. ടൈം ഹാസ് ഫ്ലോൺ അവേ. കാലം പെട്ടെന്ന് തന്നെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. I wanted to spend so much time with them on special occasions like the birthdays, their annual days, their sports days, going on holidays, whatever. ഞാൻ ആഗ്രഹിച്ചിരുന്നു അവരുടെ ബർത്ത്ഡേയ്സിൽ, അവരുടെ ആനുവൽ ഡേയ്സിൽ, അതുപോലെ സ്പോർട്സ് ഡേയ്സിലൊക്കെ അവരുടെ കൂടെ ഒപ്പം നിൽക്കാൻ. എന്തൊക്കെയാണെങ്കിലും അവരുടെ കൂടെ ഒപ്പം നിൽക്കാൻ. ഐ ഹാവ് മിസ്ഡ് ഔട്ട് ഓൺ ഓൾ ദോസ് തിങ്സ്. അവയൊക്കെ എനിക്ക് നഷ്ടമായിരിക്കുന്നു. താങ്ക്സ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങളതൊക്കെ മനസ്സിലാക്കിയതിൽ നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്. ബോത്ത് ഓഫ് യു ഹാവ് ബീൻ സോ സ്പെഷ്യൽ ടു മീ യു കനോട്ട് ഇമാജിൻ. Both of you have been so special to me you cannot imagine. I promise you that for 14 and 16 years I have not spent enough time with both of you. നിങ്ങളുടെ 14-16 വർഷങ്ങളിൽ ഞാൻ ഒരിക്കലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. I promise you that for 14 and 16 years I have not spent enough time both of you, but the next 16 years or even beyond that everything is for you. അടുത്ത 16 വർഷങ്ങളിൽ അല്ലെ അതിലപ്പുറം ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും എന്ന് പറയാണ്. My in-laws, Anand Mehta and Annabelle, both have been so supportive, loving and caring. എൻ്റെ ഇൻലോസ് അവർ ആനന്ദ് മേത്തയും അന്നാബെല്ലയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സ്നേഹിക്കുന്നവരാണ്, കെയറിങ് ആണ്. ഐ ഹാവ് ഡിസ്കസ്ഡ് വേരിയസ് തിങ്സ് ഇൻ ലൈഫ് ജനറലി വിത്ത് ദം. അവരുമായിട്ട് ഞാൻ പല കാര്യങ്ങൾ പൊതുവായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ടേക്കൻ ദെയർ അഡ്വൈസ്. അവരുടെ ഉപദേശം ഞാൻ തേടിയിട്ടുണ്ട്. യു നോ ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് സ്ട്രോങ് ഫാമിലി ഹൂ ഈസ് ഓൾവേസ് വിത്ത് യു ആൻഡ് ഹൂ ആർ ഗൈഡിങ് യു. വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കരുത്തുറ്റ കുടുംബമാവാൻ ഹൂ ഈസ് ആൾവേസ് വിത്ത് യു ആൻഡ് ഹൂ ആർ ഗൈഡിങ് യു. അവിടെ നിങ്ങൾ ഒരു ഉപദേശങ്ങളൊക്കെ നൽകുമ്പോഴാണ് ആ കുടുംബത്തിന് കരുത്താവുക എന്ന് പറയണം. ബിഫോർ യു സ്റ്റാർട്ട് ക്ലാപ്പിംഗ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദേ ഡിഡ് വാസ് അലൗവിങ് മീ ടു മാരി അഞ്ജലി, സോ താങ്ക് യു വെരി മച്ച്. ബിഫോർ യു സ്റ്റാർട്ട് ക്ലാപ്പിംഗ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദേ ഡിഡ് വാസ് allowing me to marry അഞ്ജലി, സോ താങ്ക് യു വെരി മച്ച്. അപ്പോൾ അഞ്ജലിയുടെ അച്ഛനും അമ്മയാണ് ആനന്ദ് മേത്തയും അന്നാബെല്ലയും. അവർ അഞ്ജലിയെ നൽകിയതിൽ വളരെയധികം നന്ദി അവരോടും അദ്ദേഹം അറിയിക്കുകയാണ്. ഇൻ ദ പാസ്റ്റ് 24 years that I have played for India, കഴിഞ്ഞ 24 വർഷം ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. I have made new friends and before that I have had friends from my childhood. എനിക്ക് പുതിയ സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്.
എൻ്റെ കുട്ടിക്കാലം മുതലേയുള്ള എനിക്ക് മറ്റ് സുഹൃത്തുക്കൾ വേറെയുമുണ്ട്. ദേ ഹാവ് ഓൾ മെയ്ഡ് എ ടെറിഫിക് കൺട്രിബ്യൂഷൻ. അവരൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു എന്താ പറയുക ഭീകരമായിട്ടുള്ള സംഭാവനകളാണ് നൽകിയിരിക്കുന്നത് പറയുന്നത്. ആസ് ആൻഡ് വെൻ ഐ ഹാവ് കോൾഡ് ദം ടു കം ആൻഡ് ബൗൾ ടു മീ അറ്റ് ദ നെറ്റ്സ് ദേ ഹാവ് ലെഫ്റ്റ് ദെയർ വർക്ക് അസൈഡ് ടു കം ആൻഡ് ഹെൽപ്പ് മീ. നെറ്റിൽ എനിക്ക് വേണ്ടി ബൗൾ ചെയ്ത് തരാൻ അവരെ വിളിക്കുമ്പം അവരെല്ലാ ജോലിയും മാറ്റി വെച്ചുകൊണ്ട് അവരെന്നെ അടുത്ത് വന്നിട്ട് എന്നെ സഹായിക്കുമായിരുന്നു. Be it joining me on holidays and having discussion with me on cricket, or when I was little stressed and waiting to find a solution so I could perform better. Be it joining me on holidays. ഞങ്ങൾ ഹോളിഡേയ്സിൽ ഒന്നിക്കുമായിരുന്നു. ഞങ്ങൾ ക്രിക്കറ്റ് ചർച്ച ചെയ്യുമായിരുന്നു. when I was a little stressed and wanting to find a solution. ഞാൻ എപ്പോഴെങ്കിലും സ്ട്രെസ്സായിട്ട് എനിക്കൊരു പിന്നെ പ്രോബ്ലത്തിൻ്റെ പരിഹാരം കാണേണ്ട കേസ് വരുമ്പം I could and waiting to find a solution so I could perform better. അതൊക്കെ ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്യുമായിരുന്നു. all those moments my friends were with me. ആ സമയത്തൊക്കെ ആ നിമിഷങ്ങളിലൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. when I was injured I would wake up in the morning because I could not sleep and thought that my career was over because of injuries. That is when my friends have woken up at 3 o'clock in the morning to drive with me and make me believe that my career was not over. എനിക്ക് മുറിവ് പറ്റിയപ്പോൾ ഇഞ്ചുറി സംഭവിച്ചപ്പോൾ ഒരു ടെന്നീസ് എൽബോ എന്നുള്ള അസുഖം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ അസുഖം വന്നപ്പോൾ ഞാൻ എൻ്റെ കരിയർ തീർന്നു എന്ന് വിചാരിച്ച സമയത്ത് അവരിലെ എൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ട് 3 മണിക്ക് തന്നെ എന്നെ വന്ന് എണീപ്പിക്കുമായിരുന്നു. എന്നിട്ട് അവരെ എന്നെ ഡ്രൈവ് ചെയ്തിട്ട് എന്നെ അവിടെ പരിശീലിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലാവും എൻ്റെ കരിയർ തീർന്നിട്ടില്ല എന്ന്. ലൈഫ് വുഡ് ബി ഇൻകംപ്ലീറ്റ് വിതൗട്ട് ഓൾ ദോസ് ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ ബീയിങ് ദെയർ ഫോർ മീ. അത്തരത്തിലുള്ള സുഹൃത്തുക്കളെ ഓർക്കാതെ ജീവിതം ഒരിക്കലും പൂർണ്ണമാവില്ല. ഞാൻ അവർക്ക് വേണ്ടി എല്ലാവർക്കും കൂടെ ഞാൻ നന്ദി പറയുന്നു. മൈ ക്രിക്കറ്റ് കരിയർ സ്റ്റാർട്ടഡ് വെൻ ഐ വാസ് 11. എൻ്റെ 11 വയസ്സിലാണ് എൻ്റെ ക്രിക്കറ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ദ ടേണിംഗ് പോയിൻ്റ് ഓഫ് മൈ കരിയർ വാസ് വെൻ മൈ ബ്രദർ ടുക്ക് മീ ടു അച്ചരേക്കർ സർ. എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ് എന്ന് പറയുന്നത് അജിത്ത് എന്ന എൻ്റെ സഹോദരൻ അച്ചരേക്കർ സാറിൻ്റെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോയതാണ്. I was extremely delighted to see him up in the stands. അദ്ദേഹം അവിടെ ഉള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നോർമലി ഹി സിറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെലിവിഷൻ ആൻഡ് ഹി വാച്ചസ് ഓൾ ദ ഗെയിംസ് ദറ്റ് ഐ പ്ലേ. അദ്ദേഹം എപ്പോഴും ഞാൻ കളിക്കുന്ന സമയത്തൊക്കെ ടെലിവിഷൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് എൻ്റെ കളി മുഴുവൻ വീക്ഷിക്കാറുണ്ട്. When I was 11 or 12, those were the days when I used to hop back on his scooter and play a couple of practice matches a day. 11-12 വയസ്സിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ബൈക്കിൽ പോയിട്ട് സ്കൂട്ടറിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഇന്നിങ്സ് ഐ വുഡ് ബി ബാറ്റിംഗ് അറ്റ് ശിവാജി പാർക്ക്. ആദ്യത്തെ ഒരുപക്ഷെ ശിവാജി പാർക്കിലായിരിക്കും ആദ്യത്തെ ഇന്നിങ്സ്. ദ സെക്കൻഡ് ഹാഫ് അറ്റ് സം അതർ മാച്ച് ഇൻ ആസാദ് മൈതാൻ. ഒരുപക്ഷെ മറ്റേത് ആസാദ് മൈതാനിൽ വെച്ചായിരുന്നു അടുത്ത മാച്ച്. ഹി വുഡ് ടേക്ക് മീ ഓൾ ഓവർ മുംബൈ ടു മേക്ക് ഷുവർ ഐ ഗോട്ട് മാച്ച് പ്രാക്ടീസ്. എന്നെ മുംബൈയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹം മാച്ച് പ്രാക്ടീസിന് വേണ്ടിയിട്ട്. ഓൺ എ ലൈറ്റർ നോട്ട്, ഇൻ ദ ലാസ്റ്റ് 29 years സർ ഹാസ് നെവർ എവർ സെഡ് well played. On the lighter note, in the last 29 years, sir has never ever said well played. 29 വർഷത്തിലുള്ള അദ്ദേഹം ഒരിക്കലും എന്നോട് നന്നായി കളിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ടു മീ ബിക്കോസ് ഹി തോട്ട് ഐ വുഡ് ഗെറ്റ് കംപ്ലാസൻറ്റ് ആൻഡ് ഐ വുഡ് സ്റ്റോപ്പ് വർക്കിംഗ് ഹാർഡ്. അങ്ങനെയാവുമ്പം അദ്ദേഹം ഒരുപക്ഷെ ഇങ്ങനെ കരുതിയിട്ടുണ്ടാവും ഞാൻ വളരെ ഹാപ്പിയാവും അദ്ദേഹത്തിൻ്റെ കമൻറ്റിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ നന്നായി വർക്ക് ചെയ്യില്ല എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറയാതിരുന്നത്. Maybe he can push his luck and wish me now well done on my career because there are no more matches sir in my life. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗ്യവും അദ്ദേഹം ആശംസിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് എനിക്കിനി എൻ്റെ ജീവിതത്തിൽ മാച്ചുകളില്ല. ഐ വിൽ ബി വിറ്റ്നസിങ് ക്രിക്കറ്റ് ആൻഡ് ക്രിക്കറ്റ് വിൽ ഓൾവേസ് സ്റ്റേ ഇൻ മൈ ഹാർട്ട്. ഞാൻ ക്രിക്കറ്റിന് ഞാൻ സാക്ഷിയാകും. അതുപോലെ ക്രിക്കറ്റ് എൻ്റെ ഹൃദയത്തിലുണ്ട്. ബട്ട് യു ഹാവ് ഹാഡ് എൻ ഇൻമെൻസ് കോൺട്രിബ്യൂഷൻ ഇൻ മൈ ലൈഫ്, സോ താങ്ക് യു വെരി മച്ച്. യു ഹാവ് ഹാഡ് ആൻ ഇമ്മൻസ് കോൺട്രിബ്യൂഷൻ ഇൻ മൈ ലൈഫ്. നിങ്ങൾ വളരെയധികം സംഭാവന എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. സോ താങ്ക് യു വെരി മച്ച്. അതുകൊണ്ട് തന്നെ നന്ദി എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ സ്പീച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ഇൻ്റർവ്യൂ ഒക്കെ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു വീഡിയോ അടുത്ത ക്ലാസ്സിലിടാം. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.